മൾട്ടിപ്പിൾ ഇന്റഗ്രലിന്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ y square x dA over the rectangle capital R is equal to collection of x comma y such that -3 less than or equal to x less than or equal to 2, comma 0 less than or equal to y less than or equal to 1. Collection of x comma y such that -3 less than or equal to x less than or equal to 2, 0 less than or equal to y less than or equal to 1. നമ്മൾ ഈ സിമ്പിൾ കാണുമ്പോൾ തന്നെ ഇത് എന്താണെന്ന് നമ്മുടെ ഒരു റെക്ടാങ്കിൾ ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എക്സിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് മുതൽ മറ്റൊരു കോൺസ്റ്റന്റ് വരെയാണ് വാരി ചെയ്യുന്നത്. വൈയുടെ വാല്യൂ അതുപോലെ തന്നെ. Therefore, this is equal to -3,2 ക്രോസ് 0,1. ഇത് റെക്ടാങ്കിൾ തന്നെയാണ്, യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ റീജിയൻ മനസ്സിലായ സ്ഥിതിക്ക്, അത് റെക്ടാങ്കിൾ ആണെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് നേരെ ഇന്റഗ്രേഷനിലേക്ക് പോവാം. Double integral over R y square dx dA. Therefore, this is equal to double integral y square dx അല്ല, y square x ആണ്. എനിക്ക് തെറ്റിപ്പോയതാണ്. y square x ആണ്. y square x dA. y square x നിങ്ങൾക്ക് ആരെ കൊണ്ട് ആദ്യം ചെയ്യണമെന്ന് തീരുമാനിക്കാം. നമുക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ട് ആദ്യം ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം x കൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഡിക്ക് പകരം dx dy എന്ന്. എക്സിന്റെ വേരിയേഷൻ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. -3 മുതൽ 2 വരെ. വൈയുടെ വേരിയേഷൻ ഇവിടെ തന്നിട്ടുണ്ട് 0 മുതൽ 1 വരെ. എക്സിന്റെ വേരിയേഷൻ തന്നിട്ടുണ്ട് y സ്ക്വയർ x dx. എക്സ് ആണ് ആദ്യം ചെയ്യാനുള്ളത്. അത് ഉറപ്പിച്ച സ്ഥിതിക്ക് ആദ്യം കൊടുക്കേണ്ട ഇന്റഗ്രേഷൻ എക്സിന്റെ ആണ്, -3 മുതൽ 2 വരെ. പിന്നെ y. ശരി, അപ്പൊ ആദ്യത്തെ ഇന്റഗ്രേഷൻ y വെച്ചായതുകൊണ്ട് എക്സ് വെച്ചായതുകൊണ്ട് y സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഇന്റഗ്രൽ x²/2, ലിമിറ്റ് -3 മുതൽ 2 വരെ. ശ്രദ്ധിക്കുക, എക്സ് വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്തത്, എക്സിന് മാത്രം ലിമിറ്റ് കൊടുക്കുക. ഇന്റഗ്രൽ 0 to 1 y². ഇവിടെ നമ്മൾ 2 കൊടുക്കുമ്പോൾ 2²/2, അപ്പർ ലിമിറ്റ് 2²/2 മൈനസ് ലോവർ ലിമിറ്റ് -3² 9/2 dy. This is equal to 4/2 minus 9/2. 4/2 minus 9/2, that is -5/2. അപ്പൊ -5/2 പുറത്തേക്ക് വരും. ഇന്റഗ്രൽ 0 to 1 y² dy. ഇന്റഗ്രൽ 0 to 1 y² dy. -5/2 y². y²ന്റെ ഇന്റഗ്രൽ y³/3 ആണ്. y³/3. ലിമിറ്റ് 0 to 1. Therefore, this is equal to upper limit 1/3 minus 0/3. 1/3 minus 0/3. അപ്പൊ -5/2 into 1/3. 0/3 0 ആണ്. Therefore, this is equal to -5/2 into 3 6. 2 into 3 6. കഴിഞ്ഞു. -5/6. ഇതാണ് നമ്മുടെ വാല്യൂ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ എന്താണ് റെക്ടാങ്കുലർ ഏരിയയിൽ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യം എക്സ് ചെയ്യണോ ആദ്യം വൈ ചെയ്യണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ ഈ റെക്ടാങ്കുലർ റീജിയൻ മാറും. എപ്പോഴും റെക്ടാങ്കുലറിന്റെ പുറത്തായിരിക്കില്ല നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. റെക്ടാങ്കുലർ റീജിയൻ മാറും. റെക്ടാങ്കുലർ റീജിയൻ മാറുമ്പോൾ പല പല കാര്യങ്ങളും മാറും. ശ്രദ്ധിക്കുക. ശരി, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ്. ഈ ഡബിൾ ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസ് സിമ്പിൾ പ്രോപ്പർട്ടിയാണ്, ഒന്നുമില്ല.
നിങ്ങൾ സാധാരണ ഇന്റഗ്രേഷന്റെ അകത്ത് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കാറില്ലേ? കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കാറില്ലേ? അതുപോലെ ഈ ഇന്റഗ്രലിലും നമ്മുടെ എന്താണ് നമ്മുടെ ഡബിൾ ഇന്റഗ്രലിലും അകത്ത് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പുറത്തെടുക്കാം. അകത്ത് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി പുറത്തെടുക്കാം, ഒരു പ്രശ്നമില്ല. ഇനി ഡബിൾ ഇന്റഗ്രലിന്റെ അകത്ത് രണ്ട് ഫംഗ്ഷനെ സം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് സം ചെയ്താൽ മതിയാവും. ഇനി അതേപോലെ അകത്ത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം മൈനസ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. പ്രോപ്പർട്ടീസ് ആണ്, പ്രോപ്പർട്ടീസ് ആണ്, വലിയ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ. വീണ്ടും പറയുന്നു, ഡബിൾ ഇന്റഗ്രലിന്റെ അകത്ത് കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ പുറത്തെടുക്കാം. ഡബിൾ ഇന്റഗ്രലിന്റെ അകത്ത് രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഫംഗ്ഷനെ പ്രത്യേകം പ്രത്യേകം ഇന്റഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഇനി മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. സിമ്പിൾ പ്രോപ്പർട്ടീസ്. ഇനി ഏറ്റവും അവസാനം ഒരു പ്രോപ്പർട്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയൻ ആറാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ആറാണ്. അതിനെ നിങ്ങൾ രണ്ടായി ഭാഗിച്ചു, R1 എന്നും R2 എന്നും. അതിനെ നിങ്ങൾ രണ്ടായി ഭാഗിച്ചു, R1 എന്നും R2 എന്നും. ഓക്കെ, നിങ്ങൾക്കത് കാണാം. ഒരിക്കലും ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലല്ല ഞാൻ ഭാഗിച്ചിരിക്കുന്നത്. രണ്ട് കഷ്ണം, ഓവർലാപ്പ് അല്ലാത്ത രണ്ട് കഷ്ണം. അങ്ങനെയാണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ ഓവർ R ചെയ്യുന്നതിന് പകരം ഓരോ കഷ്ണത്തിലും ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതിയാവും. ഓരോ കഷ്ണത്തിലും ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതിയാവും. അതാണ് അവസാനത്തെ പ്രോപ്പർട്ടി. വീണ്ടും പറയുന്നു, എന്താണ്? നിങ്ങൾ ഓരോ നിങ്ങൾ R എന്ന് പറയുന്ന റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനാണ് ഇരിക്കുന്നത്. R എന്ന റീജിയനെ നിങ്ങൾ രണ്ട് കഷ്ണമാക്കി, R1 R2. അങ്ങനെയാണെങ്കിൽ Rൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് R1ലും R2ലും ഇന്റഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ മതിയാവും. കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. നിങ്ങൾ A തൊട്ട് B വരെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും? സി എന്ന പോയിന്റ് ഉണ്ടെങ്കിൽ A മുതൽ C വരെ ഇന്റഗ്രേറ്റ് ചെയ്യും, C മുതൽ B വരെ ഇന്റഗ്രേറ്റ് ചെയ്യും. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ A തൊട്ട് B വരെയുള്ള ഇന്റഗ്രൽ കിട്ടില്ലേ? അതുപോലെ. പക്ഷെ ഇവിടെ പഴയ പോലെ A തൊട്ട് B ഇന്റർവെൽ അല്ല, ഇവിടെ റീജിയൻ ആണ്. ഡബിൾ ഇന്റഗ്രലിന് എപ്പോഴും ബേസ് റീജിയൻ ആണ്. അത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് ഡബിൾ ഇന്റഗ്രലിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. ഡൺ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ. ഇനി നമ്മൾ റെക്ടാങ്കുലർ റീജിയൻ മാറ്റാൻ പോവുകയാണ്. റെക്ടാങ്കുലർ റീജിയൻ മാറ്റാൻ പോവുകയാണ്. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. റെക്ടാങ്കുലർ റീജിയന് പകരം ഞാൻ നിങ്ങൾക്ക് ഒരു റീജിയൻ വരച്ചു തരാം. റെക്ടാങ്കുലർ റീജിയന് പകരം ഇങ്ങനെ ഒരു റീജിയൻ ആണ് നമുക്ക് തന്നതെന്ന് വിചാരിക്കും. അതായത് ഇയാളുടെ മുകളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. മുകളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. സേ y is equal to g1 of x. താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, y is equal to g2 of x. ഇടതും വലതും പക്ഷെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇടതും വലതും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇടത് ഭാഗത്ത് A, വലത് ഭാഗത്ത് B. ഇതാണ് നിങ്ങളുടെ R എന്ന റീജിയൻ എന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ R എന്ന റീജിയൻ എന്ന് വിചാരിക്കുക. ഈ റീജിയൻ. നമ്മൾ ഈ റീജിയന്റെ പുറത്ത്, നേരത്തെ റെക്ടാങ്കുലർ റീജിയൻ അല്ലേ, ഇപ്പൊ റെക്ടാങ്കിൾ അല്ല, റെക്ടാങ്കിൾ അല്ല, റീജിയൻ മാറി. ഈ റീജിയന്റെ പുറത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മളിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ റെക്ടാങ്കിൾ അല്ല, ഇവിടെ മുകളിലും താഴെയും എന്തുണ്ട്?
എന്താണ് ഒരു കർവ് പോലെ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഈ റീജിയൻ ആറിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഈ റീജിയൻ ആറിൽ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യും? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ എന്ന ഫംഗ്ഷൻ ഡി എ എന്നുള്ളതാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇവിടെ പൊക്കം എന്ന് പറയുന്ന സാധനത്തിന് വേരിയേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് വരയ്ക്കാം. ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ സ്ട്രിപ്പ് നിങ്ങൾക്ക് വരയ്ക്കാം. ശരി, നിങ്ങൾ ഈ റെക്ടാങ്കുലർ സ്ട്രിപ്പ് കാണുമ്പോൾ അതിന്റെ പൊക്കം ആദ്യം g1 ഓഫ് എക്സ് ആണ്. പിന്നെ എന്താണ്? അതിന്റെ താഴത്തെ പൊക്കം y is equal to g2 ഓഫ് എക്സ് ആണ്. പൊക്കം നിയന്ത്രിക്കുന്ന y ആണ്. അതായത് y g1 ഓഫ് എക്സിൽ നിന്ന് g2 ഓഫ് എക്സിലേക്ക് പോകും. വൈയുടെ വാല്യൂ g1 ഓഫ് എക്സിൽ നിന്ന് g2 ഓഫ് എക്സിലേക്ക് പോകും. പക്ഷെ എക്സിന്റെ വാല്യൂ a തൊട്ട് b വരെ പോകും. കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഈ ഫംഗ്ഷൻ വരുന്നത് വൈക്കാണല്ലോ. ഫംഗ്ഷൻ വേരിയേഷൻ വരുന്നത് വൈക്കാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഡബിൾ ഇന്റഗ്രലിൽ ആദ്യം ചെയ്യാനുള്ളത് വൈക്കാണ്. പിന്നെ വേണം എക്സിന് ചെയ്യാൻ. വീണ്ടും പറയുന്നു, ശ്രദ്ധിക്കുക. നിങ്ങൾ ഇവിടെ ഡബിൾ ഇന്റഗ്രൽ തന്നു. ഞാനിപ്പോ ഇങ്ങനെ ഒരു റീജിയൻ ആണ് വരച്ചത്. ഇവിടെ ഞാൻ റെക്ടാങ്കുലർ സ്ട്രിപ്പ് വരച്ചു, സച്ച് ദാറ്റ് അതിന്റെ ഒരറ്റം നമ്മുടെ വേരിയേഷൻ ഉള്ള ഒരു ഫംഗ്ഷന്റെ അടുത്തും മറ്റേ അറ്റം വേരിയേഷൻ ഉള്ള മറ്റേ ഫംഗ്ഷനിലും വരുന്നു. അത് ശ്രദ്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി വൈക്കാണ് വേരിയേഷൻ. പൊക്കം g1 ഓഫ് എക്സ്, പിന്നെ പൊക്കം g2 ഓഫ് എക്സ്. അപ്പോ അങ്ങനെ വൈക്ക് വേരിയേഷൻ ഉള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ വേരിയേഷൻ ഉള്ള സ്ഥിതിക്ക്, ഫംഗ്ഷൻ സ്ട്രൈറ്റ് ലൈൻ അല്ല, റെക്ടാങ്കിളിനെ പോലെ സ്ട്രൈറ്റ് ലൈൻ അല്ല, ഇതേപോലെ കർവ് വന്ന സ്ഥിതിക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട വൈക്കാണ്. വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കേണ്ടത് g2 ഓഫ് എക്സിൽ നിന്ന് g1 ഓഫ് എക്സ് വരെയാണ്. താഴത്തെ ലിമിറ്റ് g2 ഓഫ് എക്സ് ആണ്, മുകളിലത്തെ ലിമിറ്റ് g1 ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് g2 ഓഫ് എക്സ് മുതൽ g1 ഓഫ് എക്സ് വരെ. എന്നിട്ട് വേണം നിങ്ങൾ എക്സിന് ചെയ്യാൻ. എക്സിന്റെ ലിമിറ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത് a തൊട്ട് b വരെ. കഴിഞ്ഞു. അപ്പൊ റെക്ടാങ്കിൾ അല്ലാതെ ഇങ്ങനെ ഒരു റീജിയൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോ വീണ്ടും ശ്രദ്ധിക്കുക, നിങ്ങളുടെ വേരിയേഷൻ വൈക്കാണ്. അതായത് നിങ്ങൾക്ക് ഉള്ള ഫംഗ്ഷൻ വാല്യൂ തന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഫംഗ്ഷൻ വാല്യൂയിൽ ഒന്നിൽ തൊട്ട് അടുത്തതിൽ വരുന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ വരച്ചേക്കുക. ആ റെക്ടാങ്കിൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, അത് പൊക്കം. വൈക്കാണ് വേരിയേഷൻ, പൊക്കത്തിലാണ് വേരിയേഷൻ. അപ്പൊ y വേണം ആദ്യം നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ. y ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വൈക്ക് വെച്ച്. വൈയുടെ വേരിയേഷൻ, റെക്ടാങ്കുലർ സ്ട്രിപ്പിന്റെ പൊക്കം നിയന്ത്രിക്കുന്നത് g2 ഓഫ് എക്സ് മുതൽ g1 ഓഫ് എക്സ് വരെ. therefore ഇന്റഗ്രൽ g2x to g1 ഓഫ് എക്സ്. വൈക്ക് ഇന്റഗ്രേറ്റ് ചെയ്തേക്കുക. അതിനുശേഷം എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സിന്റെ ലിമിറ്റ് a തൊട്ട് b വരെയാണെന്നുള്ളത് വ്യക്തമാണ്. കഴിഞ്ഞു. നൗ നെക്സ്റ്റ് വൺ. അടുത്ത കോർഡിനേറ്റ് ആക്സിസ്. അടുത്ത് ഞാൻ ഈ രണ്ട് സൈഡിലുള്ള കർവ് തരികയാണ്. പക്ഷെ അതിന്റെ മുകളിലും താഴെയും പഴയ പോലെയല്ല, മുകളിലും താഴെയും കോൺസ്റ്റന്റ് ആണ്. താഴേക്കും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇവിടെ സി മുതൽ ഡി വരെ y വാല്യൂ കോൺസ്റ്റന്റ്. ഇനി ഇത് നോക്കണേ, ഈ ഒരാള് ഈ എക്സ് ഇസ് ഈക്വൽ ടു g1 ഓഫ് y, ഇങ്ങനെ ഇരിക്കുന്ന ഫംഗ്ഷൻ അങ്ങനെ ആയിരിക്കും കേട്ടോ. നേരത്തെ y is equal to g1 ഓഫ് എക്സ് ആയിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന ഫംഗ്ഷൻ. ഇത് ഇങ്ങോട്ട് തിരിയുമ്പോൾ y is equal to g1 ഓഫ് എക്സ് ആവും. x is equal to g1 ഓഫ് y ആവും.
അതേസമയം ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു G2 ഓഫ് വൈ ആവും. ഡൺ. നിങ്ങൾ അടുത്ത റെക്ടാങ്കുലർ സ്ട്രിപ്പ് വരയ്ക്കണം. റെക്ടാങ്കുലർ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞതിലേ പറഞ്ഞു, റെക്ടാങ്കുലർ സ്ട്രിപ്പ് മീൻസ് നമ്മുടെ റീജിയൻ ഒന്ന് ആദ്യം മാർക്ക് ചെയ്യാം. അതിന് മുമ്പേ റീജിയൻ മാർക്ക് ചെയ്യാം. നിങ്ങളുടെ റീജിയൻ ഈ പുള്ളിക്കാരനാണ്. ഈ റീജിയന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇടത്തോട്ടും വലത്തോട്ടുമാണ് കർവുകൾ വരുന്നത്. ഇടത്തോട്ടും വലത്തോട്ടുമാണ് കർവ് വരുന്നത്. നേരത്തെ തന്നെ മുകളിലും താഴെയാണ് കർവ് വന്നിരുന്നത്. ഇവിടെ മുകളിലും താഴെ സ്ട്രൈറ്റ് ലൈനുകളാണ്. ഇവിടെ മുകളിലും താഴെ സ്ട്രൈറ്റ് ലൈനുകളാണ്, അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റ് ആണ്. നമുക്കിവിടെ റെക്ടാങ്കുലർ സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് ആ ഫംഗ്ഷനുകൾ വന്ന സ്ഥലത്ത് തുടങ്ങി മറ്റേ സ്ഥലത്ത് അവസാനിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ റെക്ടാങ്കുലർ സ്ട്രിപ്പ് ഇവിടെ വരയ്ക്കാൻ. റെക്ടാങ്കുലർ സ്ട്രിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിന്റെ ഇടത്തേക്കും വലത്തേക്കുമാണ് വേരിയേഷൻ വരുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ വരുന്നത്. അതിന്റെ ഇടത്തേക്കും വലത്തേക്കുമാണ് ഫംഗ്ഷൻ വരുന്നത്. ഇടത്തേക്കും വലത്തേക്കും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എക്സ് ആണ്. ഇടത്തേക്കും വലത്തേക്കും എക്സ് എന്നാണ് ഫംഗ്ഷൻ. therefore ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ, എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എ ഇടത്തേക്കും വലത്തേക്കും, അതായത് എക്സ് വാല്യൂവിനാണ് ഫംഗ്ഷന്റെ ഇത് വരുന്നത് കൊണ്ട് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സിനാണ്. ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സിനാണ്. എന്നിട്ട് എക്സിന്റെ ലിമിറ്റ് കൊടുക്കണം. G2 ഓഫ് വൈ മുതൽ ഇടത് ഭാഗത്തുള്ള G2 ഓഫ് വൈ, വലത് ഭാഗത്തുള്ള G1 ഓഫ് വൈ. ഇടത് ഭാഗമാണ് ചെറുത്, അതുകൊണ്ട് G2 ഓഫ് വൈ മുതൽ G1 ഓഫ് വൈ വരെ ലിമിറ്റ് കൊടുക്കുക. അതിനുശേഷം വൈക്ക് ചെയ്യുക. അതിനുശേഷം വൈക്ക് ചെയ്യുക ലിമിറ്റ് സി മുതൽ ഡി വരെ. അതിനുശേഷം ലിമിറ്റ് സി മുതൽ ഡി വരെ. വീണ്ടും പറയുന്നു, എഫ് ഓഫ് എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇവിടെ എക്സിനാണ് വേരിയേഷൻ വരുന്നത്, ഫംഗ്ഷൻ വേരിയേഷൻ വരുന്നത്. അതുകൊണ്ട് എക്സിന് വേണം ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ, വൈക്കല്ല. എന്നിട്ട് അവിടെ എക്സിന്റെ ലിമിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം ഒരു ഫംഗ്ഷൻ മുതൽ മറ്റൊരു ഫംഗ്ഷൻ വരെയാണ് അത് കൊടുത്തു. ഫംഗ്ഷനിൽ തുടങ്ങി ഫംഗ്ഷനിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഞാൻ റെക്ടാങ്കുലർ സ്ട്രിപ്പ് വരച്ചത്. ഡൺ. ഡൺ. ഇനി അടുത്ത വൈക്കാണ്. വൈ സ്ട്രെയിറ്റ് ലൈനുകളാണ്, വൈയുടെ പൊക്കം നിയന്ത്രിക്കുന്ന സ്ട്രെയിറ്റ് ലൈനുകളാണ്. അതുകൊണ്ട് സി തൊട്ട് ഡി വരെ കഴിഞ്ഞു. ഈ റീജിയനെ നമ്മൾ ടൈപ്പ് 1 റീജിയൻ എന്നും ഈ റീജിയനെ ടൈപ്പ് 2 റീജിയൻ എന്നും പറയും. ടൈപ്പ് 2 റീജിയൻ എന്നും പറയും. വലിയ കാര്യമൊന്നുമില്ല, ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയുന്നതേ ഉള്ളൂ. ടൈപ്പ് 1 റീജിയൻ ആൻഡ് ടൈപ്പ് 2 റീജിയൻ. മുകളിലും താഴെയും കർവ് വരുന്നത് ടൈപ്പ് 1. രണ്ട് സൈഡിലുമായിട്ട് ഇടതും വലതും കർവ് വരുന്നത് ടൈപ്പ് 2. ടൈപ്പ് 1ൽ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വൈ വെച്ച്, ടൈപ്പ് 2ൽ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എക്സ് വെച്ച്. അങ്ങനെ കാണാതെ പഠിക്കേണ്ടൊന്നും ആവശ്യമില്ല, കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞു. ഒരു കാരണവശാലും റെക്ടാങ്കുലർ തരുന്നത് പോലെ, അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു, റെക്ടാങ്കുലർ റീജിയൻ ഉണ്ടായിരുന്നു. റെക്ടാങ്കുലർ റീജിയനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എക്സും വൈയും അങ്ങ് മാറ്റിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആ പരിപാടി ഇവിടെ നടക്കൂല. ആ പരിപാടി ഇവിടെ നടക്കൂല. ഒരു കാരണവശാലും എക്സും വൈയും തോന്നുന്ന രീതിയിൽ മാറ്റരുത്. എക്സും വൈയും തോന്നുന്ന രീതിയിൽ മാറ്റരുത്. മാറ്റിയാൽ ഉത്തരം തെറ്റും. എക്സും വൈയും തോന്നുന്ന രീതിയിൽ മാറ്റരുത്. മാറ്റിക്കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. ചിലപ്പോഴൊക്കെ ഉത്തരം കിട്ടത്ത് പോലുമില്ല. ഉത്തരം കിട്ടാത്ത അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. ഇന്റഗ്രേഷൻ പോസിബിൾ ആകാത്ത അവസ്ഥകൾ ഉണ്ടാവാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ടൈപ്പ് 1, അതായത് റെക്ടാങ്കിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനെ എന്ത് ചെയ്യാതിരിക്കുക, ഈ അയാളെ ഇന്റഗ്രേറ്റ് ചെയ്യാതിരിക്കുക, അതായത് മാറ്റി മാറ്റി ഇന്റഗ്രേറ്റ് ചെയ്യാതിരിക്കുക. ഇതാണ് ടൈപ്പ് 1 ടൈപ്പ് 2 റീജിയൻ ആണെങ്കിൽ ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് നേരെ പ്രോബ്ലം ചെയ്യാം. Evaluate double integral over r x into y dA, double integral over r x into y dA over the region
capital R, enclosed between the curves y is equal to x square, y is equal to minus x is equal to 0, and x is equal to 1. നമുക്ക് x into y dA ഇവാലുവേറ്റ് ചെയ്യണം. x into y dA ഇവാലുവേറ്റ് ചെയ്യണം. നമുക്ക് കർവ് ഇതൊക്കെയാണ്. എൻക്ലോസ്ഡ് ബൈ ദ റീജിയൻ. നമ്മുടെ R എന്ന് പറയുന്ന റീജിയൻ ഇതാണ്. y is equal to x square, y is equal to -1, x is equal to 0, and x is equal to 1. ഇതെല്ലാം കൂടെ എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ആണ് നമ്മുടെ R. അപ്പൊ ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾ ഫിഗർ വരയ്ക്കുന്നു. ഫസ്റ്റ് ഓഫ് ആൾ ഫിഗർ ആണ് വരയ്ക്കാനുള്ളത്. ഫിഗർ ഉണ്ടെങ്കിലേ ഇവിടുത്തെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൺ. y is equal to x square. നമുക്കറിയാം അത് പാരബോളയാണ്. ഇങ്ങനെ ഇരിക്കുന്ന പാരബോള ഇങ്ങോട്ട് ഡൺ. ഇനി y is equal to -x. y is equal to -x എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. y is equal to -x എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. y is equal to x ഇങ്ങനെ പോകും, നിങ്ങൾക്കറിയാം. y is equal to -x ഇങ്ങനെ പോകും. കഴിഞ്ഞു. x is equal to 0 വരുന്നത് ഇവിടെയാണ്, x is equal to 1 വരുന്നത് ഇവിടെയാണ്. x is equal to 1 എന്ന സ്ട്രെയിറ്റ് ലൈൻ ഇതാണ്. x is equal to 0, x is equal to 1, y is equal to x square, y is equal to x square, y is equal to -1. ഈ ആൾക്കാരെല്ലാം ചെയ്യുന്ന റീജിയൻ ഈ പുള്ളിക്കാരനാണ്. ഇത്രയും കർവുകൾ എന്താണ് ഇത് ചെയ്യുന്ന ബൗണ്ട് ചെയ്യുന്ന റീജിയൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, മുകളിലും താഴെയാണ് ഫംഗ്ഷനുകൾ വന്നിരിക്കുന്നത്. ഈ റീജിയനിൽ മുകളിലും താഴെയുമാണ് ഫംഗ്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റെക്ടാങ്കുലർ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ വേണം എടുക്കാൻ. റെക്ടാങ്കുലർ സ്ട്രിപ്പ് ഇതാണ്. പൊക്കത്തിലാണ് വേരിയേഷൻ വന്നിരിക്കുന്നത്. അതായത് ഇതൊരു ടൈപ്പ് 1 റീജിയനാണ്. Therefore, integral over R x by dA. ആദ്യം ചെയ്യേണ്ടത് വൈക്കാണ്. x into y dy. പൊക്കം ആദ്യം y is equal to x square ആണ്. മുകളിൽ. അപ്പൊ ഇവിടെ ലിമിറ്റ് മുകളിൽ x square തന്നെയാണ്. താഴെ y is equal to -1 ആണ്. അപ്പൊ y is equal to -x ആണ്. അത് കൊടുക്കും. y is equal to -x ആണ് താഴെ. ഇനി അതിനുശേഷം വേണം എക്സിന് ചെയ്യാൻ. എക്സിന്റെ ലിമിറ്റ് 0 മുതൽ 1 വരെയാണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് 0 to 1. ഓക്കെ, ഡൺ. Therefore, this is equal to integral 0 to 1 x into y-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് y²/2 ആണ്. ലിമിറ്റ് കൊടുക്കണം -x to x square dx. Therefore, this is equal to 1/2 പുറത്തെടുക്കാം. ഇന്റഗ്രൽ 0 to 1 x into x² the whole square x raised to 4 minus -x the whole square x square dx. കഴിഞ്ഞു. Therefore, this is equal to 1/2 into integral 0 to 1 x raised to 5 minus x cube dx. x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to 5 minus x cube dx. Therefore, area is equal to, area അല്ല, മാറിപ്പോയി. This is equal to 1/2 into x raised to 5 integral x raised to 6/6. x cube in the integral x raised to 4/4. Limit 0 to 1. Therefore, this is equal to 1/2 into 1 കൊടുക്കുമ്പോൾ 1/6 minus 1/4. Therefore, this is equal to 1/2 into 4 minus 6 by 4 into 6, 24. 4 into 6, 24.
Therefore, this is equal to 1 by 2 into 1 by 2 into minus 2 by 24. 2 2 വെട്ടിപ്പോവും minus 1 by 24. Minus 1 by 24. കഴിഞ്ഞു. ഇതാണ് ഇയാളുടെ ഇന്റഗ്രൽ വാല്യൂ. മൈനസ് 1 by 24. ഡൺ. അപ്പൊ നമ്മൾ ആ റീജിയൻ മനസ്സിലാക്കുക ചെയ്യുക. റീജിയൻ മനസ്സിലാക്കുക ചെയ്യുക. ഫിഗർ വരയ്ക്കുമ്പോഴാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഈ റീജിയൻ മനസ്സിലാവുന്നത്. ഓക്കെ. ഇനി ഞാൻ ഇതേ ക്വസ്റ്റ്യനെ റീജിയൻ മാറ്റുകയാണ്. ഇതേ ക്വസ്റ്റ്യനെ റീജിയൻ മാറ്റുകയാണ്. ശ്രദ്ധിക്കുക, ഞാൻ ഇനി പറയാൻ പോകുന്ന റീജിയൻ R is the region enclosed by R is the region enclosed by x is equal to cos y, x is equal to cos y, x is equal to 0, y is equal to 0, y is equal to pi by 3. Y is equal to pi by 3. ശരി. അപ്പൊ നമ്മള് ആദ്യം ഫിഗറിലേക്ക് കിടക്കാം. നിങ്ങൾക്കുണ്ടല്ലോ ഈ y is equal to cos x. y is equal to cos x-ന്റെ ഫിഗർ എന്ന് പറയുന്നത്, y is equal to cos x-ന്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. y is equal to cos x-ന്റെ ഫിഗർ പോകുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് y is equal to cos x അല്ല, ഈ x is equal to cos y ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകും, ചെറിയൊരു മാറ്റം. ആ മാറ്റത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഇത് പോകുന്നത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെയായിരിക്കും, ഇവിടുന്ന് താഴോട്ട്. ശ്രദ്ധിക്കുക, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇതിവിടെ വരുമ്പോ പൈ അല്ല, പൈ ബൈ 2 വരുമ്പോഴാണ് ഇത് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നത്. പൈ ബൈ 2 വരുമ്പോഴാണ് ഇവിടെ വന്ന് മീറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കോസ് എക്സിന്റെ ഫിഗർ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. y is equal to cos എക്സിന്റെ ഫിഗർ നിങ്ങൾ ജിയോജിബ്രയിൽ നോക്കി ഇത് തന്നെ കിട്ടും. പക്ഷെ അതിനെ ഒന്ന് 90 ഡിഗ്രി ചരിച്ചതുപോലെ ഇരിക്കും x is equal to cos y. വേറെ കാര്യമൊന്നും. ഈ x is equal to 0 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ y ആക്സിസ് ആണ്. പിന്നെ y is equal to 0 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ x ആക്സിസ് ആണ്. പൊക്കം 0 ആവുക. y equal to 0 എന്ന് വെച്ചാൽ x ആക്സിസ് ആണ്. പിന്നെ y is equal to pi by 3. ഇത് pi by 2 ആണ്, 90 ഡിഗ്രി. pi by 3 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടം വരും pi by 3. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനാണ്. റീജിയൻ എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനാണ്. നിങ്ങൾക്ക് കാണാം മുകളിലും താഴെയും സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ ഇപ്പുറത്ത് ഇടതും വലതും, ഇടത്തോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലും വലത്തോട്ട് കർവാണ്. നമ്മൾ അതിൽ പിടിക്കുന്നു, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ അയാളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ടൈപ്പ് 2 റീജിയൻ ആണ്. ഇയാള് ടൈപ്പ് 2 റീജിയൻ ആണ്. അപ്പൊ നമുക്ക് നേരെ ഇന്റഗ്രേഷനിലേക്ക് പോവാം. പഴയ ക്വസ്റ്റ്യൻ തന്നെ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, റീജിയൻ ആർ മാറി എക്സ് ഇൻറ്റു വൈ ഡി. ഇത് ടൈപ്പ് 2 റീജിയൻ ആണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ വേരിയേഷൻ വരുന്നത് ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമാണ്. അതായത് എക്സിന് ആദ്യം ചെയ്യണം, എന്നിട്ട് വേണം വൈക്ക് ചെയ്യാൻ. എക്സിന്റെ ലിമിറ്റ് ഇത് x is equal to cos y ആണ്. ഇത് x is equal to 0 ആണ്. x is equal to cos y ആണ്. x is equal to 0 ആണ്. ഇടത് ഭാഗത്തുള്ളത് ലോവർ ലിമിറ്റ്, വലത് ഭാഗത്തുള്ളത് അപ്പർ ലിമിറ്റ്. വൈയുടെ വേരിയേഷൻ y equal to 0 മുതൽ y equal to pi by 3 വരെ. Therefore, this is equal to integral 0 to pi by 3
കോസ് എക്സ് ഇൻറ്റു വൈ, എക്സിന്റെ ഇന്റഗ്രൽ വൈ ഇവിടെ കിടക്കട്ടെ, അത് x²/2 ആണ്. ലിമിറ്റ് 0 to cos y dy. Therefore, this is equal to 1/2 into integral cos square y minus 0. Cos square y minus 0. Integral 0 to pi/3 y into cos square y. Y into cos square y dy. Cos square y ആണ് നമുക്ക് ഇന്റഗ്രേഷന് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ ഹൈലൈറ്റ് റൂൾ അനുസരിച്ച് y ആണ് ആദ്യത്തെ ഫംഗ്ഷൻ, കോസ് സ്ക്വയർ ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുള്ളത് എന്താണ്, കോസ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കോസ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഫോർമുലയുണ്ട്. കോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് ടു തീറ്റ 1/2 ഇന്റഗ്രൽ 0 to pi/3 y into cos 2 theta minus cos 2 theta minus 1/2 cos 2 theta minus 1/2. ഇതാണ് അയാളുടെ ഫോർമുല. cos 2 തീറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. cos 2 തീറ്റയ്ക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. cos 2 theta is equal to cos 2 theta equal to 2 cos square theta minus 1 ആണ്. അപ്പോൾ അതെടുക്കുമ്പോൾ പ്ലസ് ആണ് കേട്ടോ, പ്ലസ് ആണ്, എനിക്ക് തെറ്റിപ്പോയത്, പ്ലസ് ആണ്. cos 2 theta plus 1/2 ഡാൺ. ഇതാണ് ഫോർമുല. ഇത് വെച്ചിട്ട് ഇയാളെ ഇന്റഗ്രേറ്റ് ചെയ്യണം. തീറ്റ അല്ല, വൈ ആണല്ലോ, വൈ ആണ്, സോറി, വൈ ആണ്. ഇവിടെ തീറ്റയ്ക്ക് വരെ കിടക്കുന്നത് വൈ ആണ്. അപ്പൊ വൈ ഓൾറെഡി 1/2 ഉണ്ട്, 1/2 പുറത്തേക്ക് എടുക്കുമ്പോൾ 1/4 ആകും. ഇയാൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു കോസ് 2y പ്ലസ് y dy. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണ്ട, അങ്ങനെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണ്ട, 2നെ പുറത്തേക്ക് എടുക്കുക. അത് മൾട്ടിപ്ലൈ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ അത് എന്താകും, വീണ്ടും കുഴപ്പത്തിലാവും. അതുകൊണ്ട് മതി dy. കുഴപ്പത്തിലല്ല, രണ്ട് ഇന്റഗ്രേഷൻ പ്രത്യേകം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ മതി. ഹൈലൈറ്റ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ y ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയ ഈ പുള്ളിക്കാരനാണ്. Therefore, this is equal to 1/4 into first function into integral of second function. Cos 2y യുടെ ഇന്റഗ്രേഷൻ sin 2y divided by 2 minus plus 1 into integration y. First function into integral of second function minus integral of derivative of first function 1 into integral of second function sin 2y by 2 plus y dy. Limit 0 to pi/3. Limit 0 to pi/3 equal to ഇതാണ് കിട്ടിയത്. Therefore, this is equal to 1/4 into y into sin 2y by 2 plus y minus, ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sin 2y യുടെ ഇന്റഗ്രേഷൻ മൈനസ് കോസ് 2y ആണ്. അപ്പോൾ പ്ലസും മൈനസും അല്ല, മൈനസും കൂടെ പ്ലസ് ആകും. അങ്ങനെ cos 2y by 2 into 2 4. പിന്നെ വൈയുടെ ഇന്റഗ്രേഷൻ y²/2 ആണ്, മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ്. ലിമിറ്റ് 0 to pi/3. നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നു. Therefore, this is equal to 1/4 into വൈക്ക് പകരം pi/3 അപ്പർ ലിമിറ്റ് into sin 2 into pi/3 the whole divided by 2 plus pi/3 plus cos 2 into pi/3 divided by 4 minus pi/3 the whole square by 2 മൈനസ് 0 ലിമിറ്റ് കൊടുക്കുന്നു. ഇവിടെ 0 ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് 0 ആയി മാറും, മൈൻഡ് ചെയ്യുന്നില്ല.
കോസ് 2 ഇൻറ്റു 0. കോസ് 2 ഇൻറ്റു 0 1 ആണ്. അതുകൊണ്ട് അവിടെ 1/4 വരും. ഇവിടെ 0 സ്ക്വയർ ബൈ 2 0. ഇവിടെ 0 ഇൻറ്റു ആണ്. 0 ഇൻറ്റു ആയതുകൊണ്ട് ഇത് മൊത്തം 0 ആയി പോകും. ഇത് കോസ് 2 ഇൻറ്റു 0. കോസ് 2 ഇൻറ്റു 0 കോസ് 0 1/4. ഇവിടെ 0 സ്ക്വയർ ബൈ 2 0. കഴിഞ്ഞു. Therefore, this is equal to 1/4 into pi by 3 into ഇത് pi by 3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി. 60 ഡിഗ്രി. അപ്പൊ സൈൻ 2 ഇൻറ്റു 60 ഡിഗ്രി എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി. 120 ഡിഗ്രി ബൈ 2 പ്ലസ് pi by 3 into pi by 3, pi square by 3. Pi square by 3 square. Pi square by 3 square. Pi square by 3 square 9. Plus 2 into pi by 3 120 ഡിഗ്രി cos 120 ഡിഗ്രി by 4 minus pi by 3 the whole square. Pi by 3 the whole square. Pi square by 9. Pi square by 9 into 2 80. Pi square by 3 square. Pi square by 9 into 2 80. Minus 1/4. Minus 1/4. ഇവിടെ നിങ്ങൾ സൈഡ് ചെയ്താൽ സൈൻ 120 ഡിഗ്രിയെ സൈൻ 90 പ്ലസ് 30 ഡിഗ്രി എന്ന് എഴുതാം. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിനെ ബന്ധപ്പെടുത്തി പറയാണ്. വൈ ആക്സിസിനെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഫംഗ്ഷൻ മാറും, കോസ് ആകും. ഇത് സെക്കൻഡ് കോർഡിനേറ്റ് ആണ്. അവിടെ സൈൻ പോസിറ്റീവ് ആണ്. സൈൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് സൈൻ. cos 30. Cos 30 is √3/2. അപ്പൊ സൈൻ 120 ഡിഗ്രി √3/2 ആണ്. ഇനി cos 120 ഡിഗ്രി. Again cos 120 degree is equal to cos 90 plus 30 degree. Cos 90 degree plus 30 degree y ആക്സിസുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് cos സൈൻ ആകും. സെക്കൻഡ് കോർഡിനേറ്റിൽ cos നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് 30 മൈനസ് സൈൻ 30 ദാറ്റ് ഇസ് minus 1/2. minus 1/2. ഈ വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുക്കുന്നു. 1/4 into pi by 3 √3/2 by 2 or √3/4 plus pi square by 9 sin 120 minus 1/2 minus 1/2 by 2 minus 1/8 minus 1/8 minus pi square by 18 minus 1/4. കഴിഞ്ഞു. Therefore, നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ √3 pi by 3 into 4 12 plus pi square by 9 minus pi square by 18 minus 1/8 minus 1/4 minus 1/8 minus 1/4 minus 3/8. ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. -1 -2 -3 -3/8. ഇയാളെ വേണമെങ്കിൽ ഒരുമിപ്പിക്കാം. Therefore, this is equal to 1/4 into √3 pi by 12 plus pi square by 18. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 pi square minus pi square 18 by 8 minus 3/8. ഫൈനൽ ആൻസർ. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ് വന്നത്, എനിക്കറിയാം. വലിയ ക്വസ്റ്റ്യൻ ആണ് വന്നത് എനിക്കറിയാം. ഞാൻ കൈ നിട്ടതാണ്. മീൻസ് അത് ജസ്റ്റ് ഒരു പ്രാക്ടീസിന് വേണ്ടി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൈ നിട്ടതാണ്. അതാണ് ഇത്ര ലോങ് ആയി മാറിയത്. അല്ലെങ്കിൽ സിമ്പിൾ ആയി കിട്ടേണ്ടതായിരുന്നു. എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഡൺ. അപ്പൊ നിങ്ങളുടെ പ്രാഥമികമായ നിങ്ങളുടെ ആവശ്യം ഫിഗർ തിരിച്ചറിയുക. ഏത് റീജിയൻ ആണെന്ന് തിരിച്ചറിയുക. എക്സിനാണോ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്, വൈക്കാണോ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് തിരിച്ചറിയുക. ആൻഡ് നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Evaluate double integral over R x into y dA over the region
over the region R, over the region R, enclosed between y is equal to 1 by 2x, y is equal to root x is equal to 2, x is equal to 4. X is equal to 2, x is equal to 4. ശരി, അപ്പൊ ഞാൻ വരയ്ക്കുകയാണേ, നോക്കിക്കോളാം. y is equal to 1 by 2x. y is equal to 1 by 2x. y is equal to 1 by 2x സ്ട്രൈറ്റ് ലൈൻ ആണ്. y is equal to x ആണല്ലോ. y is equal to x. y is equal to x-നേക്കാൾ കുറച്ചുകൂടെ ചരിഞ്ഞിരിക്കുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും y is equal to 1 by 2x. y is equal to x അങ്ങനെയാണ്. അതായത് y equal to കോൺസ്റ്റന്റ് ഇൻറ്റു x എന്ന് പറഞ്ഞാൽ എല്ലാം സ്ട്രൈറ്റ് ലൈനാണ്. അതൊക്കെ ഇങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ ഇരിക്കും, ഒറിജിനിൽ കൂടെ പോകും. ചരിവ് കൂടുതലായിരിക്കും y equal to x-നേക്കാൾ, കുറച്ചുകൂടെ x ആക്സിസുമായിട്ട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. ഇനി y is equal to root x നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സ്ക്വയർ എടുക്കുമ്പോൾ y സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. പാരബോളയാണ്. പക്ഷെ പാരബോള നിങ്ങൾക്കറിയാം, പാരബോള ഇങ്ങനെ പോണം. പക്ഷെ അതിന്റെ മുകളിലത്തെ കഷ്ണം മാത്രം എനിക്ക് മതി. താഴെ ഉണ്ട്, മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് y is equal to root x ഉം ഇത് y is equal to 1 by 2x. ഇതാണ് കഥ. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഇവർ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുന്നു. 1 by 2x is equal to root x. സ്ക്വയർ എടുക്കുമ്പം 1 by 4x square equal to x. Therefore, x square minus 4x is equal to 0. x കോമൺ എടുക്കുമ്പം x into x minus 4 equal to 0. അതായത് x is equal to 0, x is equal to 4. അപ്പോ ഈ കർവ് മീറ്റ് ചെയ്യുന്നത് x is equal to 0-യിലും x is equal to 4-ലുമാണ്. നമുക്കിനി x is equal to 2. x is equal to 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്ത നടുക്കായിരിക്കും. x is equal to 2. വലത്തേക്ക് 2 ഡിസ്റ്റൻസ് മാറിയിരിക്കണം. ഇങ്ങനെ x is equal to 4. അത് പിന്നെ നടക്കുന്നു. മീറ്റ് ചെയ്ത പോയിന്റ് തന്നെയാണ്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്റെ റീജിയൻ ആർ ഇതാണ്. ഈ റീജിയൻ ആറിന്റെ പുറത്താണ് ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഫിഗർ വരച്ച രീതി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കാൻ അറിയാം. y is equal to 1 by 2x. ഞാൻ പറഞ്ഞു y is equal to x പോലെയാണ്, പക്ഷെ ഇച്ചിരി ചരിവ് കൂടുതലായിരിക്കും. x ആക്സിസുമായിട്ട് കുറച്ചുകൂടെ ചേർന്നിരിക്കും. പിന്നെ y is equal to root x. പാരബോളയാണ്, അതിന്റെ മുകളിലത്തെ കഷ്ണം മാത്രം. x is equal to 2, x is equal to 4. കാര്യം റെഡി. ഇതിന്റെ പുറത്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം, മുകളിലും താഴെയാണ് ഫംഗ്ഷൻ. അപ്പൊ മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിൽ വേണം റെക്ടാങ്കുലർ സ്ട്രിപ്പ് വരയ്ക്കാൻ. അപ്പൊ ചേഞ്ച് പൊക്കത്തിനാണ് ചേഞ്ച്. Therefore, double integral over R x into y dA is equal to double integral x into y. ടൈപ്പ് 1 റീജിയൻ y വെച്ച് ആദ്യം ചെയ്യണം. കാരണം വൈക്കാണല്ലോ ചേഞ്ച്, പൊക്കത്തിനാണ് ചേഞ്ച്. പിന്നെ എക്സിൽ വൈയുടെ വേരിയേഷൻ, താഴെയുള്ള ഫംഗ്ഷൻ 1 by 2x, മുകളിലുള്ള ഫംഗ്ഷൻ റൂട്ട് എക്സ്. എക്സിന്റെ വേരിയേഷൻ 2 മുതൽ 4 വരെ. Therefore, this is equal to integral 2 by 4. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x അവിടെ തന്നെ നിൽക്കും, y സ്ക്വയർ ബൈ 2. ലിമിറ്റ് 1 by 2x തൊട്ട് റൂട്ട് എക്സ് വരെ. പിന്നെ dx ഉണ്ട്. Therefore, this is equal to 1 by 2 പുറത്തെടുക്കാം, integral 2 to 4 x root x the whole square x 1 by 2x the whole square x square by 4 dx x square by 4 dx. ഞാൻ അടുത്ത എക്സിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇന്റഗ്രൽ 2 to 4
എക്സിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ബൈ 4 dx x square minus x cube by 4 dx x square x cube by 3 x cube x raised to 4 by 4 into 4 16 limit 2 to 4 upper limit കൊടുക്കുന്നു 4 cube 64 ആണ് 64 by 3 minus 4 raised to 4 4 raised to 4 എന്ന് പറയുമ്പോൾ 64 into 4 64 into 4 is 256 that is 16 into 16 256 by 16 minus lower limit 2 cube by 3 that is 8 by 3 2 raised to 4 by 3 that is 16 by 16 that is 16 by 16 that is equal to 64 by 3 minus 64 64 by 3 minus minus 16 756 എന്ന് പറയുന്നത് 16 ഇൻറ്റു 16 ആണ് 16 ഇൻറ്റു 16 ആണ് വെട്ടിക്കളയുമ്പോൾ 16 ആയിരിക്കും വരുന്നത് 16 ആയിരിക്കും വരുന്നത് മൈനസ് 8 ബൈ 3 16 ബൈ 16 1 ആണ് മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആണ് ഡൺ ഇത് രണ്ടും കൂടെ ചേർന്ന് 64 by 3 minus 8 by 3 that is equal to 56 by 3 minus 16 plus 1 minus 15 that is equal to 56 minus 3 into 15 45 by 3 that is equal to 11 by 3 11 by 3 ആണ് നമ്മുടെ റിക്വയർഡ് ആൻസർ 11 by 3 എന്നാണ് എനിക്ക് കിട്ടിയത് പക്ഷെ ഒരു ഡൗട്ട് ഉണ്ട് 11 by 3 ആണ് എനിക്ക് കിട്ടിയത് പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് സ്ക്വയർ ബൈ 2 ജസ്റ്റ് എ സെക്കൻഡ് ഇവിടെ 1 by 2 പുറത്തുണ്ടായിരുന്നു കേട്ടോ 1 by 2 പുറത്തുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ എഴുതിയില്ല ഇവിടെ എല്ലായിടത്തും 1 by 2 പുറത്തുണ്ടായിരുന്നു കേട്ടോ 1 by 2 പുറത്തുണ്ടായിരുന്നു 1 by 2 പുറത്തുണ്ടായിരുന്നു 1 by 2 പുറത്തുണ്ടായിരുന്നു 1 by 2 1 by 2 therefore എന്താണ് 1 by 2 into 11 by 6 അല്ല 1 by 2 into 11 by 3 is 11 by 6 11 by 6 ഫൈനൽ ആൻസർ കഴിഞ്ഞു അപ്പൊ ഡബിൾ ഇന്റഗ്രേഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത് ആദ്യം നിങ്ങളുടെ റീജിയൻ മനസ്സിലാക്കുക റീജിയൻ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഇന്റഗ്രൽ വാല്യൂസ് അതായത് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നുള്ള കാര്യത്തില് ഇന്റഗ്രേഷൻ ആദ്യം വൈക്കാണോ എക്സിനാണോ എന്ന് തീരുമാനം എടുക്കുക ലിമിറ്റ് കണ്ടുപിടിക്കുക ഇന്റഗ്രേറ്റ് ചെയ്യുക റെക്ടാങ്കുലർ റീജിയൻ ചെയ്തതുപോലെ അങ്ങനെ തോന്നിയതുപോലെ ചെയ്യാൻ കഴിയില്ല തോന്നിയതുപോലെ ആരെങ്കിലും ഒക്കെ എടുത്ത് എക്സിനെ എക്സ് അല്ലെങ്കിൽ വൈനെ വൈ എടുത്ത് ചെയ്യാൻ കഴിയില്ല. That's it.